കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. വലിയ ശക്തിയാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെല്ലാം നിറയണേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി, എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇരിക്കുന്നവർ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ളവർ പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, ആരും കണ്ണു തുറക്കണ്ട. നിങ്ങളുടെ ജീവിതത്തെയാണ് സമർപ്പിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെയാണ് സമർപ്പിക്കുന്നത്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. ഒരു നിമിഷം നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനെ, ഭാര്യയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്യക്തിബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിത മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുക. യേശുവിന് സാക്ഷികളായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതം ഞാൻ ജീവിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. ജോഷുവ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക. ഏത് കഷ്ടതയിലും കർത്താവിന് സാക്ഷിയായി തീരും, ജീവിക്കും. ആ ഒരു തീരുമാനത്തോടെ ഇരിക്കുക. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയുടെ കരങ്ങളിൽ നിങ്ങൾ പിടിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കരങ്ങളിൽ നിങ്ങൾ പിടിക്കുക. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാം. ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി പറയാം. ഏതെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് ഈ നിമിഷം തന്നെ കർത്താവ് അതിൽ നിന്ന് മോചനം നൽകും, വിടുതൽ നൽകും. വലിയ ശക്തി ജീവിത പങ്കാളിയിൽ നിറയും. മനുഷ്യൻ്റെ ബലഹീനതയിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ കരുണയിലേക്കും സ്നേഹത്തിലേക്കുമാണ്. കർത്താവ് കരുണ ചൊരിഞ്ഞാലെല്ലാം അനുഗ്രഹമായി തീരും. ഈ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ അനുഗ്രഹമായി തീരും. ആ ഒരു ബോധ്യത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ഇരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് സമർപ്പിച്ചുകൊള്ളുക. ഈ നിമിഷം കർത്താവ് അനുഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ ദമ്പതികളെ അനുഗ്രഹിക്കണേ. അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ, വിശദീകരിക്കണമേ, ശക്തിപ്പെടുത്തണേ, അഭിഷേകം ചെയ്യണമേ. ജീവിത മേഖലകളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ശക്തിയാൽ നിറയ്ക്കണേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ അടിമത്തങ്ങളും വിട്ടുപോട്ടെ, വലിയ ശക്തിയാൽ നിറയട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സാക്ഷികളായി തീരട്ടെ. രോഗങ്ങളുണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങളും സൗഖ്യമായി തീരട്ടെ. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ മക്കള് അടുത്തുണ്ടെങ്കിൽ മക്കളുടെ കൈകളും കൂടെ നിങ്ങൾ പിടിക്കുക. നിങ്ങൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ചുകൊള്ളുക. അതിൻ്റെ അടുത്ത മക്കളുണ്ടെങ്കിൽ മക്കളുടെ കൈകളെ പിടിച്ചുകൊള്ളുക. അടുത്തിരിക്കുന്ന മക്കളുടെ കരങ്ങളിൽ പിടിക്കുക. അടുത്തിരിക്കുന്നവർ അപ്പനാണെങ്കിൽ അപ്പൻ, അമ്മയാണെങ്കിൽ അമ്മ. അടുത്തിരിക്കുന്ന മക്കളുടെ കൈയിൽ പിടിക്കുക. നിങ്ങൾ പരസ്പരം കരങ്ങൾ പിടിച്ചുകൊള്ളുക. ഭാര്യ ഭർത്താക്കന്മാർ കണ്ണുകളടയ്ക്കാം.
പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ മക്കള് അനുഗ്രഹമായി നൽകിയതാണ്. നമ്മളിലൂടെയാണ് അവരിലേക്ക് അനുഗ്രഹം ഒഴുകേണ്ടത്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. ഇരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊള്ളുക. മക്കൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും നിൽക്കുന്നവരെ ഈ നിമിഷം നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എൻ്റെ മകനും മകളും, എൻ്റെ മക്കള്, ഞങ്ങളുടെ മക്കള് അനുഗ്രഹമായി തീരണം. അങ്ങേക്ക് സാക്ഷികളായി മാറണം. ഞാൻ ജീവിച്ചതുപോലെയല്ല എൻ്റെ മക്കൾ ജീവിക്കേണ്ടത്. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം അവർ ജീവിക്കട്ടെ. ഞാൻ വളർത്തുന്നത് പോലെയല്ല അവർ വളരേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് അവർ വളരണം. ആ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോക ശക്തികൾക്ക് അടിമപ്പെട്ടല്ല അവർ ജീവിക്കേണ്ടേ. പരിശുദ്ധാത്മാവിന് ശക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കണം. സാക്ഷികളായി മാറണം. അവർക്ക് ഏതെങ്കിലും ബലഹീനതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മാതാപിതാക്കന്മാര്. അതേപോലെ രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗങ്ങളെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ അവരെ സമർപ്പിച്ച്, കർത്താവെ, സൗഖ്യദായകനായ ദൈവമേ, അങ്ങയിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുക. അവരുടെ മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവരോട് ഒരിക്കലും മനസ്സിൽ വിഷമമല്ല, അനുഗ്രഹം ഉണ്ടാവട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ ശക്തി അവരിൽ നിറയും. എല്ലാ മേഖലകളും അനുഗ്രഹമായി തീരും. എല്ലാ ബലഹീനതകളിൽ നിന്നും മോചനം തരും. കർത്താവ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ശക്തിയെല്ലാം സമർപ്പിച്ച് എല്ലാവരെയും സമർപ്പിച്ച് സ്തുതിക്കുക. നിങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് സ്തുതിക്കുക. കർത്താവേ, അനുഗ്രഹിക്കണേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, കുടുംബത്തിനുമേ കരുണയായിരിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും മോചനം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരും നിറയട്ടെ. അനുഗ്രഹിച്ച ദൈവമേ, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവമേ, യാക്കോബിനെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തലമുറകളിലേക്ക് അനുഗ്രഹം വർഷിക്കുമെന്ന് പറഞ്ഞവരെ ഈ നിമിഷം എല്ലാവരിലും അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കൃപകടാക്ഷം ഏകണേ, വരപ്രസാദം നൽകണേ. കൃപകടാക്ഷം ഏകണേ, വരപ്രസാദം നൽകണേ. കരുണയിൽ കരം നീട്ടി നിൻ കരുതലിൽ നടത്തേണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുക്കണേ. പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, നിൻ അനുഗ്രഹങ്ങൾ തേടി വരുന്നു. കൃപകടാക്ഷം ഏകണേ, വരപ്രസാദം നൽകണേ. കരുണയിൽ കരം നീട്ടി നിൻ കരുതലിൽ നടത്തേണമേ. കരങ്ങൾ കൂപ്പി അനുഗ്രഹമായി തീരട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തുന്നു. സഞ്ചരിക്കാനുള്ള വസ്തുക്കൾ ഉള്ളവർ ആ കര ഒരല്പം ഉയർത്തിപ്പിടിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ചിരുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. സഞ്ചരിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തി അയക്കണമേ. ഉപയോഗിക്കുന്ന വ്യക്തികളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ജപമാല, കുരിശ്, അതുപോലെ തന്നെ ഫോട്ടോകൾ, വിശുദ്ധരുടെ സ്വരൂപങ്ങൾ, ബൈബിള്, ജലം, എണ്ണ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വലിയ ശക്തിയാൽ നിറയ്ക്കട്ടെ. ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിശാചിൻ്റെ എല്ലാ തന്ത്രോപായങ്ങളിൽ നിന്നും വിടുതലും സംരക്ഷണവും അഭിഷേകവും നൽകും വിധത്തിൽ അങ്ങയുടെ വലിയ ശക്തി അയക്കണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തിയായി സ്തുതിക്കുന്നു, ശക്തിയായി സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ മുട്ടുകുത്തുകയാണ്. എല്ലാവരും മുട്ടുകുത്തുന്നു. നമ്മുടെ കുടുംബമായി നമ്മൾ അനുഗ്രഹം സ്വീകരിച്ചു. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവർ കസേരകളിൽ ഇരുന്നു കൊള്ളുക. കർത്താവ് നമ്മെ കുടുംബമായി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. നമ്മുടെ ഒരു കുടുംബ സംഗമം, ഈ ഒരു കൺവെൻഷൻ, കൂട്ടായ്മയുടെ കൺവെൻഷൻ കുടുംബ സംഗമം, കുടുംബത്തിലേക്ക് അനുഗ്രഹം ഒഴുക്കി. നമ്മളാണ് ഇനി ഒരു കുടുംബത്തിലേക്ക് മറ്റുള്ളവരെ ചേർക്കേണ്ടത്. അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരേണ്ട ദൗത്യം നമുക്കാണ്. എല്ലാ ആഴ്ചയും ഒരു 2 പേരെ 3 പേരെ എങ്കിലും ഞാൻ ധ്യാനത്തിന് പറഞ്ഞയക്കും. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പ്രിയപ്പെട്ടവരെ. അതാണ് അനുഗ്രഹം. എൻ്റെ ആത്മാവ് രക്ഷപ്പെടുന്ന അപ്പോഴാണ്. മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. എൻ്റെ ജീവിതം അനുഗ്രഹമായി തീരും. യേശുവിനെ അറിയുന്നവരെല്ലാം പ്രാർത്ഥിക്കും. ആരാണ് അവരെ പറഞ്ഞു വിട്ടത്, അവർക്ക് വേണ്ടിയായിരിക്കും ആദ്യത്തെ പ്രാർത്ഥന. അങ്ങനെ ഞാൻ യേശുവിനെ സ്വന്തമായി തീരും. ഒരു തീരുമാനം എടുക്കാം. ഞാൻ എല്ലാ ആഴ്ചയും ഒരു 3 പേരെയെങ്കിലും ധ്യാനത്തിന് പറഞ്ഞയക്കും. എൻ്റെ പ്രേരണയാൽ എല്ലാ ആഴ്ചയും ഒരു 3 പേര് ഈശോയുടെ സന്നിധിയിൽ വന്ന് വചനം കേട്ട് ധ്യാനിച്ച് യേശുവിനെ സാക്ഷിയായി തീരും. അങ്ങനെ അവരിലൂടെ ഒരു 3 പേര്, അവരിലൂടെ ഒരു 3 പേര്, അവരിലൂടെ ഒരു 3 പേര്, അനേകർ യേശുവിന് സ്വന്തമായി തീരുക, യേശുവിൻ്റെ അടുത്തേക്ക് വരിക. അതിൻ്റെ എല്ലാം കാരണം ഞാനായിത്തീരണം. ആ ഒരു പ്രാർത്ഥന ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. അങ്ങനെ ഒരു നിയോഗം ഈ നിമിഷം ഈശോയ്ക്ക് കൊടുക്കുക. ആ ഒരു തീരുമാനത്തെ ഈശോയ്ക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കൂട്ടായ്മയിലായിരുന്നപ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങളുണ്ട്, മറ്റു പല തീരുമാനങ്ങൾ. ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കും, എൻ്റെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടും, എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കില്ല. ഞാനും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും എൻ്റെ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ചേർന്ന് എല്ലാ ദിവസവും എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന കുടുംബം അനുഗ്രഹത്തിൻ്റെ കുടുംബമാണ്. ആ ഒരു തീരുമാനം എടുക്കാം. എടുത്തിട്ടില്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവാം. ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ തീക്ഷ്ണതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ചെയ്യുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ തീരുമാനിക്കാം, ഇനി ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായി തീരും. ആ തീരുമാനം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. മറ്റേതെങ്കിലും വ്യക്തിപരമായ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ആ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ നിങ്ങളൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനമാണിത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ഭവനമാണ്. ഈ ഭവനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള വൈദികരെല്ലാം അനുഗ്രഹങ്ങളായി തീരാൻ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഡയറക്ടർ അച്ഛനാണ്, വലിയ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മാത്യു നായ്ക്കമ്പറമ്പലച്ചൻ, കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റു വൈദികർ, ഇവിടെയുള്ള മറ്റു വൈദികരെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ധ്യാന ശുശ്രൂഷകളെല്ലാം കർത്താവെ വലിയ അഭിഷേകത്തിലായി തീരുവാൻ, അനേകർ കർത്താവിനെ അന്വേഷിച്ച് ഭവനത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു അഭിഷേകമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ശുശ്രൂഷയും ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്തവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സ്റ്റേജിലായിരുന്നു നമ്മോടൊപ്പം വന്നപ്പോൾ മുതൽ പലതരത്തിലുള്ള ശുശ്രൂഷ ചെയ്ത സഹോദരങ്ങളുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും മറ്റു ശുശ്രൂഷകളിലായിരുന്നവരുണ്ട്. നമ്മളെ എല്ലാ വിധത്തിലും സഹായിച്ചവരുണ്ട്. നമ്മൾക്ക് ഭക്ഷണപാനം ചെയ്ത് സഹായിച്ചവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും സഹായിച്ചവരുണ്ട്. നമ്മുടെ ഡിസ്പെൻസറിയിലൊക്കെ സഹായിച്ചവരുണ്ട്. ഓഫീസിൽ സഹായിച്ചവരുണ്ട്. സംരക്ഷണമായ ഗേറ്റിലുണ്ടായിരുന്നവരുണ്ട്. അങ്ങനെ അനേകർ, എല്ലാവരെയും ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണേ. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണേ.
വലിയ ശക്തിയാൽ ഞങ്ങളെയും നിറയ്ക്കണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ നിമിഷം 2 കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്താം. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. എല്ലാം കർത്താവിന് സമർപ്പിച്ച്, യേശുവേ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ച നല്ല ദൈവമേ നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ എല്ലാവരും ചേർന്ന് 2 കരങ്ങളും ഉയർത്തി യേശുവേന്ന് വിളിച്ച് സ്വരം ഉയർത്തി അനുഗ്രഹത്തിന്റെ സമയമാണ്, ആശീർവാദത്തിന്റെ നിമിഷങ്ങളാണ്. സ്വരം ഉയർത്തി വിളിക്കുന്നു, ആശീർവാദം സ്വീകരിക്കുന്നു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സംഭവിക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.